ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല തേങ്ങ അരച്ചൊരു ചെമ്മീൻ കറി. അതിനുവേണ്ടി അരമുറി തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെമ്മീനൊന്ന് ഉപ്പിട്ട് അര സ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2-3 പുളിയും കൂടി ഞാൻ ഇടുന്നുണ്ട് അതിൽ. ഒരു വാഴയ്ക്ക, കുറച്ച് പച്ചമുളക്, ഒരു 4-5 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി. ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കട്ട് ചെയ്ത്. ഒരു ചെറിയ വാഴയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വാഴയ്ക്ക, പച്ചമുളക്, കൊച്ചുള്ളി, കറിവേപ്പില. വാഴയ്ക്ക കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ കറ പോകാൻ വേണ്ടി. വാഴയ്ക്കയിൽ ചെറിയ കറ ഉണ്ടാകും, അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കാം. ഓക്കെ, കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ അരച്ച് വെച്ച അരപ്പാണ് ഞാൻ. നമുക്കൊരു ചായ ഇടാം, ഇടയ്ക്കൊരു ചായ കുടിക്കാം. കൊച്ചുള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച ചെമ്മീനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം വാഴയ്ക്ക, അത് കഴിഞ്ഞ് കറിവേപ്പില ഇച്ചിരി, പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം. ഒന്ന് വേവട്ടെ കഷ്ണങ്ങളെല്ലാം നല്ലവണ്ണം. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 2-3 പുളി കൂടി ഇട്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പൊഴിച്ച് കൊടുക്കാം ഇതിലോട്ട്. ഞാൻ വെള്ളം അധികം ഒഴിക്കുന്നില്ല. എന്നിട്ട് നല്ല അരപ്പൊന്ന് മിക്സായി കൊടുക്കാം. അപ്പോൾ അരപ്പെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് കടുക് താളിക്കാനുള്ള ഐറ്റംസാണിത്. കൊച്ചുള്ളി കട്ട് ചെയ്ത്, ഇഞ്ചി, കറിവേപ്പില, ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് കടുക് ഇടാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇഞ്ചി, കൊച്ചുള്ളി, കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം ലേശം ഇട്ട് കൊടുക്കുക. ഇത് കടുക് താളിക്കാനുള്ളതാണ്. ചെമ്മീൻ റെഡി ആയാലും നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മൂക്കിട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കറിവേപ്പില, നല്ലവണ്ണം ചുവന്ന കളറാവും ഉള്ളി. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കായാലും ചോറിനായാലും അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ഒന്ന് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും ചെമ്മീൻ കറിയാണ് ഇന്ന് സ്പെഷ്യൽ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.